ബാരാട്ടാങ് ഐലൻഡിലാണ് ലൈംസ്റ്റോൺ കേവ്സ് ഉള്ളത്. നിലമ്പൂർ ജെട്ടിയിൽ നിന്ന് സ്പീഡ് ബോട്ടിലേറിയാണ് നമ്മൾ ബാരാട്ടാങ് ഐലൻഡിലേക്ക് എത്തുന്നത്. ബാരാട്ടാങ് ഐലൻഡിലേക്ക് എത്തുന്നതിന് ഇടയിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടൽക്കാടുകൾ കാണാൻ സാധിക്കും. പല വിധത്തിലുള്ള, പ്രത്യേകിച്ച് പ്രാന്തൽ കണ്ടലുകളുടെ വലിയ ഒരു കാട് തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. ചിപ്പികളുടെയും പലതരം മീനുകളുടെയും അതുപോലെ പല ജീവജാലങ്ങളുടെയും ഒക്കെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. അത് കടന്ന് വേണം നമുക്ക് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ വന്ന് 1.2 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് നടക്കാനുള്ള ദൂരമുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്താണ് ലൈംസ്റ്റോൺ കേവ് കണ്ട് ആളുകൾ പോകുന്നത്. ധാരാളമായിട്ട് ആളുകൾ ഈ പ്രദേശത്തേക്ക് ഈ സമയങ്ങളിൽ എത്തിച്ചേരുന്നു. നമുക്കൊരു 1.5 മണിക്കൂർ സമയം കൊണ്ട് നടന്ന് തീർക്കാൻ പറ്റും. ലൈംസ്റ്റോൺ കേവ്സ്, ചുണ്ണാമ്പ് കല്ലുകൾ പല രീതിയിൽ ഫോർമേഷൻ സംഭവിച്ച് ഉണ്ടായിത്തീർന്നതാണ്. അങ്ങോട്ടേക്കുള്ള വഴി തന്നെ വളരെ മനോഹരമാണ്. നട്ടുച്ചയ്ക്ക് പോലും ഒരു കൂരിരുട്ടിൻ്റെ എഫക്റ്റാണ് ഇവിടെ കിട്ടുന്നത്. കാണാനായി എത്തുന്ന സഞ്ചാരികൾ ഈ വനത്തിനകത്തുള്ള ജൈവ വൈവിധ്യങ്ങളെ കൂടി അടുത്തറിഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ സഞ്ചരിക്കുക. ധാരാളമായിട്ട് പക്ഷികളുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ പാറകളുടെ അല്ലെങ്കിൽ ഈ കല്ലുകളുടെയൊക്കെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വളരെ വ്യത്യസ്തമായ തരത്തിൽ ലൈംസ്റ്റോൺ ഫോർമേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈംസ്റ്റോൺ കേവിലേക്ക് കടന്നു വരുന്ന വഴികളിലൊക്കെ കറുത്ത കല്ലുകളായിരിക്കും. അത് അങ്ങനെ നടന്ന് ആ ഇടുങ്ങിയ വഴികളിലൂടെ മുന്നോട്ട് പോകുന്തോറും ചുണ്ണാമ്പ് കല്ലുകളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മുകളിലേക്ക് നോക്കി. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, അനുഭവമുണ്ട്. പക്ഷേ ഇതുപോലൊരു യാത്ര ഇതാദ്യമായിട്ടാണ്. കാരണം ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ കാണേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒപ്പം നമ്മളെ സുഹൃത്തുക്കളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് വരെ കിട്ടിയില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്നും അല്ലാതെ കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് നമുക്ക് മുജീബ് സാഹിബിൻ്റെ വിവരണത്തോടു കൂടി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു.